വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിനെ നിർത്തിപ്പൊരിച്ച് മോഹൻലാൽ. ഷാനവാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ഓരോന്നായി മോഹൻലാൽ ശക്തമായി പ്രതികരിച്ചു. ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ്. എല്ലാവരെയും എടി പൊടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് മോഹൻലാൽ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് സഹമത്സരാർത്ഥികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെതിരെയും മോഹൻലാൽ സംസാരിച്ചു. ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ഷാനവാസ് ശ്രമിച്ചപ്പോൾ മോഹൻലാൽ ശക്തമായി തന്നെ പ്രതികരിച്ചു. ഷാനവാസിന്റെ അമിത ആത്മവിശ്വാസം ഒറ്റ എപ്പിസോഡിൽ തന്നെ മോഹൻലാൽ തകർത്തു. തൻ്റെ ഗെയിം മികച്ചതാണെന്നും തനിക്ക് വലിയ ജനപ്രീതിയുണ്ടെന്നും പ്രധാരണ ഷാനവാസിനുണ്ടായിരുന്നു. മാത്രമല്ല മോഹൻലാൽ ഇങ്ങനെ തന്നോട് സംസാരിക്കുമെന്ന് ഷാനവാസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഷാനവാസിനോട് ലാലേട്ടന് എന്തോ പ്രത്യേക താല്പര്യമുണ്ട് എന്ന ഷാനവാസിന്റെ തോന്നലിൽ അവസാന ആണി അടിച്ചു ലാലേട്ടൻ. എന്തൊരു ഈഗോയും അഹങ്കാരമാണ് ഷാനവാസിന്. ഇയാളെ സഹിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കണം. ഷാനവാസിന് എന്തൊരു ഈഗോ ആണ്. ലാലേട്ടനോട് പോലും ഒരു ബഹുമാനം ഇല്ലാതെ ആര്യൻ, അക്ബർ, നെവിൻ ആണ് നല്ലത്. അങ്ങനെ പല കമൻറ്റുകളും വരുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7 ശക്തമായ മത്സരാർത്ഥിയായിരുന്നു ഷാനവാസ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഷാനവാസിന് മോഹൻലാലിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം നേരിടേണ്ടി വന്നത്. കുങ്കുമപ്പൂവിലെ രുദ്രനായും സീതയിലെ ഇന്ദ്രനായും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായ താരമാണ് ഷാനവാസ്. മലപ്പുറം മഞ്ചേരിയാണ് ഷാനവാസിന്റെ സ്വദേശം. മിനി സ്ക്രീൻ കൂടാതെ തന്നെ ബിഗ് സ്ക്രീനിലും താരം അഭിനയിച്ചിട്ടുണ്ട്. മിനി സ്ക്രീനിലാണ് താരത്തെ തേടി ഒരുപാട് അവസരങ്ങൾ എത്തുന്നതും പ്രേക്ഷകർ ഷാനവാസിനെ അറിഞ്ഞു തുടങ്ങിയതും. സീത എന്ന പരമ്പരയിൽ ഇന്ദ്ര എന്ന കഥാപാത്രം തുടക്കത്തിൽ വില്ലനായും പിന്നീട് നായകനായി മാറുകയായിരുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം. സോഷ്യൽ മീഡിയ സജീവമായ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ താല്പര്യമാണ്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഷാനവാസ്. ബിഗ് ബോസ് സീസൺ 7 വന്നതിന് ശേഷം ഒരുപാട് ആരാധകരുള്ള താരം കൂടിയാണ് താരം.